പോണ്ടേ? ശരിയാകുന്നില്ലല്ലോ മോളെ. മോളെ മോള് ദാസേട്ടൻ്റെ കൂടെ പോയി കേട്ടോ. അപ്പൊ നീ വരുന്നില്ല? ഞാനില്ല ദാസേട്ടാ, എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ വയ്യ. സന്തോഷം, നീ ഓക്കെ അല്ലേ? എനിക്കെന്താ ദാസേട്ടാ പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മോള് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വിചാരിച്ച എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂലോ. അതിനൊക്കെയല്ലേ നിയമങ്ങളുള്ളത്. പിന്നെ ആകെയുള്ളത് എൻ്റെ മോള് മാത്രമേ. ഇപ്പം അതും പോയി കിട്ടി. മോള് പോയിട്ടോ കേട്ടോ. കുഞ്ഞാനോ ശരിയാ. മോളെ മോള് പിടിക്കാവണം കേട്ടോ. പ്രതി മാനസിക വിഭ്രാന്തി നേരിടുന്ന ഒരു വ്യക്തിയായതുകൊണ്ടും പെൺകുട്ടിയായതുകൊണ്ടും മാതാവിന്റെ സംരക്ഷണത്തിൽ സുരക്ഷിതയായി എനിക്ക് വളരാൻ കഴിയുമെന്ന് കോടതിക്ക് ബോധ്യമായതിനാൽ കുട്ടിയെ മാതാവിന്റെ കൂടെ അയക്കണമെന്നും പ്രതി കുട്ടിയെ ശാരീരികമായി അബ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് കോടതിക്ക് സംശയമുള്ളതിനാൽ പ്രതിക്കെതിരെ അന്വേഷണം നടത്തുവാൻ കോടതി ഇതിനാൽ ഉത്തരവിട്ടു. ചെറുപ്പം മുതലുള്ള പ്രണയമാണ് പോലും. പിന്നെ എന്തിനാ എന്റെ ജീവിതത്തിലോട്ട് വന്നത്? അത് പിന്നെ പോട്ടേന്ന് വെക്കാം. DNA റിസൾട്ട് അവര് പറയുന്നത് മോളല്ലോ.
നമുക്കറിയാലോ. എനിക്കത് മതി. എന്നെ അതിപ്പോ ഒരു തട്ടിപ്പല്ല. ക്ഷമിക്കണ്ട കേട്ടോ. ഈ മുറിയിൽ നിന്റെ മണം ഒരു മൗനമെന്നേക്കുമായി, കാലം നിശ്ചലമായി, ഓർമ്മകൾ മാത്രം. എന്റെ ലോകം നീയായിരുന്നല്ലോ, ഇനി എന്തു ഞാൻ ചെയ്യേണ്ടു? നിനക്ക് നീ ഒരിക്കലും അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. മതിയാക്കി കൂടി ഇനിയെങ്കിലും. ഒറ്റ മുറി വിട്ട് താമസിച്ച് നിന്നെ ഞങ്ങൾ എല്ലാവരും എതിർത്തിട്ടും കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് നിന്നെ വേണ്ടുപോലെ പഠിപ്പിച്ചു. എന്നിട്ട് നിനക്ക് ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ഗൾഫിലും കൊണ്ടുപോയി. ഗൾഫിൽ പോയി 10 കാശുണ്ടാക്കിയപ്പോ നിനക്ക് അവൻ ഒന്നിനും കൊള്ളാത്തവനായി. അത് പിന്നെ പോട്ടെ നോക്കാം. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ കൊച്ചിനെ വെച്ച് നീ അവന്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തില്ലേ? അത് വല്ലാത്ത ചതിയായി പോയിട്ടോ. ഈ പാവന നീ എവിടെ കഴുകി കളയും? കുറച്ച് കാശുണ്ടെങ്കിൽ നല്ല വക്കീലെ വിളിച്ച് നിനക്ക് നിയമത്തെ കാറ്റിൽ പറത്താൻ കഴിയും. പക്ഷെ മോളിൽ ഒരുത്തനുണ്ട്. നിന്റെ ഈ അനിയനുണ്ടല്ലോ, അവന്റെ കാര്യം പോലും നോക്കിയത് അവനാ. പഠിക്കുന്ന കാലം അന്നൊക്കെ എന്ത് ചെലവുണ്ടെന്നായി പറയുന്നേ. ലീവ് ഇറ്റ് മാൻ. ഞാൻ കുട്ടി അവനോട് മര്യാദക്ക് വിട്ടുതരാൻ പറഞ്ഞ അവന് വിട്ടു തന്നില്ല. ഇവളതല്ല അനിയൻ. സോറി. അങ്ങനെ കണ്ടവരൊക്കെ സംസാരിച്ച് വെറുതെ സമയം കൊണ്ട് സ്കൂൾ കുറേ ഉണ്ടല്ലോ. കൊറേ മിസ് കോൾ ഉണ്ടല്ലോ. സന്തോഷമുണ്ട്. എടുക്കുന്നില്ലല്ലോ. ഇതിലിവിടെ എവിടെ പോയി കിടക്കുന്നു? ഇത് ചന്ദ്ര, പെട്ടെന്ന് പറയാം. ഞാൻ കുറച്ച് തിരക്കില്ല. വാട്സപ്പില്ല. ഞാൻ നോക്കാം. വെച്ചാ ഞാൻ നോക്കാം. എന്താണാവോ? ദാസേട്ടാ പോവല്ലേ? ഇപ്പൊ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാരും ഒന്ന് സന്തോഷിക്കട്ടെ. ഈ
ഈ മുറിയിൽ നിന്റെ ചിരി മുഴങ്ങുന്നു, ഇന്നെനിക്കായി മൗനം മാത്രം. വാതിൽക്കൽ നിന്റെ നിഴൽ ഞാൻ തേടുന്നു, എങ്ങോ മറഞ്ഞ എൻ്റെ കൺമണി. എരിയും ഓർമ്മകളായി നീ എൻ്റെ ജീവനിൽ, എൻ്റെ ജീവനിൽ.